Domine et miserere, quia peccavimus tibi. സ്നേഹം നിറഞ്ഞവരെ, ഒരുവനെ കാണുമ്പോൾ, അവനെ കേൾക്കുമ്പോൾ അവന്റെ സാന്നിധ്യം എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ? എന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ അപരന്റെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഞാൻ അവനിൽ എന്റെ കുറവുകൾ കാണുന്നു എന്നതാണ് കാര്യം. ഞാൻ തന്നെ അവനെ കുറിച്ച് വിധിക്കുന്നു. ആ വിധികൾ എനിക്ക് ഭാരമായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 53 വരെയുള്ള വാക്യത്തിൽ യേശുവിനെ വിശ്വസിക്കുന്ന അധികാരികളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മിശിഹായെ കുറിച്ച്, വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് അവർക്കൊരു വിധിയുണ്ടായിരുന്നു, മുൻവിധിയുണ്ടായിരുന്നു. പക്ഷെ യേശുവിനിൽ ഇവര് വിചാരിച്ചതൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോഴേക്കും അവർക്കതൊരു ഭാരമായി മാറുകയാണ്. ഈ നോമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മുൻവിധികളെല്ലാം മാറ്റിക്കൊണ്ട് മുൻവിധികളില്ലാതെ മറ്റുള്ളവരെ കാണാനൊന്ന് ശ്രമിക്കാം. പുറം ചട്ടകളെ നോക്കാതെ ഹൃദയത്തെ നോക്കുന്നവനെ നമുക്ക് സ്നേഹിക്കാം. അവനെന്നും നമ്മുടെ വാതിക്കൽ മുട്ടുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ വാതിക്കൽ മുട്ടുന്നുണ്ട്. അവനായി നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കാം, അതിനായി മനസ്സാകാം. ആമേൻ.